നമസ്കാരം. ഋതുവിഷൻ ന്യൂസിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. കൊല്ലം ചടയമംഗലത്ത് കട അടിച്ചു തകർത്തതായി പരാതി. ചടയമംഗലം കുരിയോട് നെട്ടേത്തറയിലെ ശിവദാസന്റെ തട്ടുകടയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ അടിച്ചു തകർത്തത്. ഇത് രണ്ടാം തവണയാണ് ഈ കട ആക്രമിക്കപ്പെടുന്നത്. രാത്രിയുടെ മറവിൽ നടത്തുന്ന ഇത്തരം അക്രമ സംഭവങ്ങളും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളും ഏറ്റവും വലിയ മിടുക്കായി കാണേണ്ടതില്ല. എന്തായാലും അദ്ദേഹത്തിന്റെ പരാതിയിന്മേൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തുന്നതായി ചടയമംഗലം SI മനോജ് അറിയിച്ചു. കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ നിലവിലുണ്ടായിരുന്ന ഒരു ചെറിയ തട്ടുകട അടിച്ചു പൊളിച്ചു കളഞ്ഞു. അതിനുശേഷം വീണ്ടും ഇന്നലെ രാത്രിയും അത് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇത് ആദ്യം അടിച്ചു പൊളിച്ച് ആ സമയത്ത് തന്നെ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു. കൊല്ലം ചടയമംഗലത്ത് കട അടിച്ചു തകർത്തതായി പരാതി. ചടയമംഗലം കുരിയോട് നെട്ടേത്തറ പ്ലാവിള വീട്ടിൽ ശിവദാസന്റെ കടയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സാമൂഹ്യ വിരുദ്ധരുടെ ആക്രമണത്താൽ തകർക്കപ്പെട്ടത്. ഇക്കഴിഞ്ഞ ചടയമംഗലം ഗ്രാമപഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പ് സമയത്തും ശിവദാസന്റെ കട രാത്രിയുടെ മറവിൽ ആക്രമിച്ചിരുന്നു. എന്നാൽ അന്ന് പോലീസിൽ പരാതി നൽകിയിരുന്നില്ല. താൻ ഉപജീവന മാർഗം നടത്തുന്ന കടയാണ് തകർക്കപ്പെടുന്നതെന്നും അക്രമികളെ ഉടൻ തന്നെ പിടികൂടണമെന്നും 60 വയസ്സുകാരനായ ശിവദാസൻ പറയുന്നു. ഇദ്ദേഹം ചടയമംഗലം പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നതായി ചടയമംഗലം SI മനോജ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് ഋതുവിഷൻ ന്യൂസ്. കഴിഞ്ഞ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ എൻ്റെ നിലവിലുണ്ടായിരുന്ന ഒരു ചെറിയ തട്ടുകട അടിച്ചു പൊളിച്ചു കളഞ്ഞു. അതിനുശേഷം വീണ്ടും ഇന്നലെ രാത്രിയും അത് അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇത് ആദ്യം അടിച്ചു പൊളിച്ച് ആ സമയത്ത് തന്നെ അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞ ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനാണ് അടിച്ചു പൊളിച്ചത്, അത്തരത്തിലെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ വീണ്ടും അടിച്ചു പൊളിക്കും എന്നെനിക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ അന്ന് ആളിൻ്റെ പേര് തന്നെ ചേർത്ത് കേസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ ഇന്നിപ്പോൾ കേസ് കൊടുക്കാൻ തന്നെ തീരുമാനിച്ച് പോലീസ് എന്താണെന്നുള്ള തീരുമാനം എടുക്കട്ടെ. അടിച്ചു പൊളിച്ച് ആരെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല.